ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സീലിങ്ങിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീടിൻ്റെ ഉൾവശം ഇൻസു ബോർഡ് വെച്ചിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതും ചൂട് കുറയ്ക്കുന്നതുമായിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ ഈ ഒരു ഇൻസു ബോർഡ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. ഇതേക്കുറിച്ച് യൂട്യൂബിലെല്ലാം കുറേ സെർച്ച് ചെയ്ത് ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് റെഫർ ചെയ്തിട്ട് യൂട്യൂബിലുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ ചാനൽ ലിങ്കും ഡീറ്റെയിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ നിലമ്പണി എടുക്കുന്നതിന് മുമ്പാണ് കേട്ടോ സീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ അതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു ഇൻസു ബോർഡ് കാഴ്ചയിൽ തെർമോക്കോളിനെ പോലെയാണ്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. ഇത് വെച്ചിട്ട് സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. എഡ്ജസ് എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പുട്ടിയിട്ടിട്ട് പ്രൈമറും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു കോൺക്രീറ്റ് ഫീൽ തന്നെ കിട്ടും. മുകളിൽ 2 ബെഡ്റൂമും 2 ബാത്റൂമും ഒരു ഹാളും സിറ്റ് ഔട്ടും ആണുള്ളത്. സിറ്റ് ഔട്ട് വാർത്തിട്ടാണ് കേട്ടോ ഉള്ളത്. ബാക്കി മൊത്തം ഈ ഒരു ഇൻസു ബോർഡ് വെച്ചിട്ട് സീലിംഗ് ചെയ്തിട്ടാണ് ഉള്ളത്. വീടിൻ്റെ പുറകു വശത്ത് സൺസൈഡ് ഏരിയയൊക്കെ വി ബോർഡ് വെച്ചിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് വർക്ക് ചെയ്തവരെന്ന് പറയുന്നത് കേട്ടോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ സീലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. അതായത് ഒരു 10 ദിവസം മുന്നേ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു 4-5 ദിവസം കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ നമുക്ക് ഈ വർക്ക് കിട്ടുന്നത് ഗൾഫിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇറ്റാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ വർക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് വർക്ക് തന്ന് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കീബോർഡ് അടിക്കുന്ന സമയപ്പോഴേക്കും നമ്മളെ എത്തിയിട്ടുണ്ട്. ഒരുപാട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. കാരണം വെച്ചാൽ ഞങ്ങളിവിടെ ഇൻഷുബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷുബോർഡാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ഇൻഷുബോർഡ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ആൾക്കാർ യൂട്യൂബിലൊന്നും കണ്ടിട്ടുണ്ടാവും ഈ ഇൻഷുബോർഡ്. ഇപ്പോൾ ഒരു നേരിട്ടാണ് നമ്മളെ ഫസ്റ്റ് ടൈം കാണുന്നത് ഇൻഷുബോർഡ് ഇങ്ങനെ സെർച്ച് ചെയ്ത് കുഴപ്പമില്ലാതെ വർക്ക് കണ്ടത് നിങ്ങളുടെ വർക്ക് ആയതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തു. വർക്ക് കുറച്ച് കുഴപ്പമൊന്നുമില്ല, ക്ലിയറാണ്. അത് 100% പെർഫെക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. 100% ഇല്ലെങ്കിലും നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഓരോ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കുറച്ച് വീഡിയോ കൂടുതൽ വാച്ച് ചെയ്തിരുന്നു. കുറേ ഇൻഷുബോർഡ് ചെയ്ത വർക്ക് ഒരുപാട് വാച്ച് ചെയ്തു. അപ്പോൾ അതിന് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത വർക്ക് തോന്നിയപ്പോഴാണ് ഞാൻ നിങ്ങളെ വേണ്ടി കോൺടാക്ട് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, വർക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ പറയുന്നത് അല്ലേ? അപ്പം ചൂടിനിപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ചൂട് കുറവുണ്ടോന്നല്ല. ചൂടിൻ്റെ കാര്യത്തിൽ എന്താണല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ നമ്മൾ മറ്റു ബോർഡ് കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ഫിനിഷിംഗും ഉണ്ട്, കാണാനും ഭംഗിയുണ്ട്. ഇപ്പൊ പുതിയ പെയിന്റ് അടിച്ചില്ലെങ്കിൽ നിർത്തനൊക്കെ നിർത്തുകയും ചെയ്യുക ഞാൻ അല്ലേ? സാമ്പത്തികമായിട്ട് അങ്ങനെ നിർത്തണ ഭംഗിയുണ്ട്. കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഔട്ട് സൈഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. വി ബോർഡ് അടിച്ചതിന്റെ സംഭവം കാരണം കുറച്ച് റിസ്ക് ആണ്. നമുക്ക് വി ബോർഡ് ഔട്ട് സൈഡിൽ നമുക്ക് സ്റ്റേജൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് വർക്കൊക്കെ കുറച്ച് ഡിലേ വരും. വർക്ക് പെട്ടെന്ന് ചെയ്യുന്നില്ല. നമ്മൾ ഇൻസൈഡിൽ നമ്മൾ വർക്ക് ചെയ്യണ മാതിരിയല്ല, ഔട്ട് സൈഡൊക്കെ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത്. അപ്പോൾ മാക്സിമം നമ്മൾ പെർഫെക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കേരളത്തിൽ ഒരു വർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ഇൻസു ബോർഡിനെ കുറിച്ചും വി ബോർഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന പോലെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ല വീഡിയോസായിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.